3 മാസത്തിനിടെ 6 തവണ കേരളത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിനും പ്രവർത്തകർക്കും നൽകുന്ന ആവേശം ഒട്ടും ചെറുതല്ല. 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെ ജില്ലകളിലെല്ലാം യു.ഡി.എഫിനും എൽ.ഡി.എഫിനുമെതിരെ പ്രചാരണ ഘട്ടത്തിൽ പോലും കടുത്ത വെല്ലുവിളിയാണ് ബി.ജെ.പി ഉയർത്തുന്നത്. 400 സീറ്റെന്ന മോദി പ്രഖ്യാപിച്ച സംഖ്യയ്ക്കായി കേരളം കൂടി സഹായിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. മിഷൻ സൗത്ത് ഇന്ത്യ 3 മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത് 6 തവണ. ഇതിൽ എതിരാളികൾക്ക് നേരെ രാഷ്ട്രീയ പോർമുഖം തീർക്കാനെത്തിയത് 4 തവണയും. അതാകട്ടെ എ ക്ലാസ് മണ്ഡലങ്ങളായ തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട പിന്നിട്ട് പാലക്കാട് ഇന്നെത്തി നിൽക്കുന്നു. ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിന്നിടുമ്പോഴും വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന മണ്ഡലങ്ങൾ കൂടിയായതിനാൽ വിജയപ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പി ഇവിടെ വെച്ച് പുലർത്തുന്നത്. എറണാകുളം, കൊല്ലം, വയനാട്, ആലത്തൂർ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എത്തിയിട്ടില്ലെങ്കിലും ജില്ലാ നേതൃത്വങ്ങൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ബി.ഡി.ജെ.എസിൽ നിന്ന് ഏറ്റെടുത്ത വയനാടൻ സീറ്റിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ സർപ്രൈസ് തന്നെയാണ് ബി.ജെ.പി ഒരുക്കുന്നത്. കഴിഞ്ഞ തവണ മികച്ച പോരാട്ടം കാഴ്ചവെച്ച ആലത്തൂരിലും ഇതേ സ്ഥിതിയാണ്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മുഖത്തെയും സ്ഥാനാർത്ഥിയായി ബി.ജെ.പി ഇവിടേക്ക് പരിഗണിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ സി ക്ലാസ് മണ്ഡലമായ എറണാകുളത്തും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. നിലവിൽ 400 സീറ്റുകൾ എന്ന മോദിയുടെ സംഖ്യയിലേക്ക് കേരളം ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യ കൂടിയുണ്ട്. അതിനാൽ കേരളത്തിൽ നിന്ന് വിജയത്തിൽ കുറഞ്ഞൊന്നും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നുമില്ല. ഒടുവിലാഞ്ഞടിച്ച പാലക്കാടൻ കാറ്റിലെ മോദിയുടെ ആവേശം മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഊർജിതമാണ്. വരും ദിവസങ്ങളിൽ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി നടത്തുന്നതോടെ ബി.ജെ.പിയുടെ ചിത്രം പൂർണ്ണമായും തെളിയും. കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.